ഹലോ അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ. ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ബർത്ത്ഡേ ഷോപ്പിംഗ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ വ്ളോഗ് വരുമെന്ന്. അപ്പോൾ അന്ന് ഷോപ്പിംഗ് വ്ളോഗ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ സ്ട്രോബെറിയും ബ്ലൂബെറിയും വെച്ചിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്, അതിന് ബ്ലൂബെറി കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് പകരം ഞാൻ വിചാരിച്ച് കറുത്ത മുന്തിരി വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ കളറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് സിമ്പിളായിട്ടുള്ള കേക്കാണ്. മറ്റേ ഡ്രസ്ലെച്ചസ് കേക്ക് ഉണ്ടല്ലോ, 3 മിൽക്ക് കേക്ക്, അതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പം അതൊരു ആലിയ ഭട്ട് ഫേവറേറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മൾ മുന്നേ ഉണ്ടാക്കിയിനി കേക്ക് ഡ്രസ്ലെസ് ആയിട്ട് ആ സെയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എമ്മി കേക്കാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ അതൊക്കെ ചെയ്ത് സെറ്റാക്കി. പിന്നെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഇതെല്ലാം തൂക്കിയിട്ടിട്ട് എന്താ പറയുക, ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ച്. ചെറിയൊരു ലൈറ്റെല്ലാം വെച്ചിട്ട്. ഇതെല്ലാം മിസുവിൻ്റെ പരിപാടിയാണ് കേട്ടോ. മിസു എൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിയാണ്. എൻ്റെ ഒരുവിധം എല്ലാ വീഡിയോസിലും ഉണ്ടാവും കേട്ടോ. ഓളാണ് നിങ്ങൾക്ക് ഇതെല്ലാം സെറ്റാക്കി തരുത്ത്. അപ്പം വലിയതൊന്നുമില്ല, ആദ്യമുള്ള ഹാപ്പി ബർത്ത്ഡേ ഇതും കാര്യങ്ങളും ലൈറ്റും ഒക്കെയാണ്. അത് വെറുതെ ഒരു കുട്ടികളൊരു ഇതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത്, അത്രയേ ഉള്ളൂ. അങ്ങനെ കേക്ക് കട്ടിങ് പ്രോസസ്സ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. പിന്നെ നോമ്പോറിൻ്റെ കാര്യങ്ങളൊന്നും ഇന്ന് ഞാൻ എടുത്തിട്ടില്ല വീഡിയോ. കേക്കിൻ്റെ പണിയുള്ളതുകൊണ്ട് പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ നമ്മൾ കേക്കെല്ലാം സെറ്റാക്കലാന്ന് കേട്ടോ. ടേബിൾ മേൽ കേക്ക് സെറ്റ് ചെയ്തു. ഈ സമയത്ത് അർമാന് തകർത്ത് ഗെയിം കളിക്കലാന്ന് കേട്ടോ ടേബിൾ. അപ്പോൾ ഇതൊന്നും ഓനറിയുന്നില്ല. അങ്ങനെ കേക്കെല്ലാം സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അർമാനെ വിളിക്കണം, ഗിഫ്റ്റ് കൊടുക്കണം, കേക്ക് കട്ട് ചെയ്യണം. കേക്ക് ഉണ്ടാക്കുന്ന അർമാൻ അറിയാം കേട്ടോ. ഗിഫ്റ്റ് ബോക്സ് മാത്രമേ അവനടുത്ത് പറഞ്ഞിട്ടില്ല. അർമാന് വലിയ സന്തോഷമൊന്നുമില്ല, പാൻറ്റും കുപ്പായും ഇല്ല, വെറും കേക്ക് മാത്രമല്ലേ ഉള്ളൂ. ഇങ്ങനെ രാവിലെ പറയുന്നുണ്ട് അച്ഛൻ്റെ ബർത്ത്ഡേക്ക് എല്ലാം കൊടുക്കും, എനിക്ക് മാത്രം തരില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഗിഫ്റ്റ് ബോക്സ് ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അജാച്ചിനെ കൊണ്ട് ഗിഫ്റ്റ് കൊടുപ്പിക്കലാന്ന് കേട്ടോ. അപ്പോൾ ഓളാന്ന് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഓന് അറിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സർപ്രൈസ് ആയിന്. പക്ഷേ മുഖത്തുള്ള ആ ഭാവമൊന്നും കാണിക്കുന്നൊന്നുമില്ല, കാരണം ആദ്യമേ ഒന്നുമില്ല എന്ന് പറഞ്ഞാന്നല്ലോ. അതുകൊണ്ട് പിന്നെ ബാപ്പയില്ലാത്ത ഭയങ്കര സങ്കടമുണ്ട്. അവൻ്റെ ഒരു ബർത്ത്ഡേക്കും ബാപ്പ ഉണ്ടായില്ല. എസാച്ചിൻ്റെ 2-3 ബർത്ത്ഡേക്ക് ഉണ്ടായിന്. പിന്നെ ഈ ബർത്ത്ഡേക്ക് ആയിട്ടൊന്നും വരാൻ പറ്റൂലല്ലോ. അങ്ങനെ ഗിഫ്റ്റ് അൺബോക്സിങ് ആണ് കേട്ടോ. കുറച്ച് ചോക്ലേറ്റും ഒരു പാൻറ്റും ടീഷർട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടിന്. എന്നാലും പാൻറ്റ് പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനത്തെ പാൻറ്റ് ഉണ്ടല്ലോ ഉമ്മ, പിന്നെ എന്തിനാ എടുത്തിരുന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടത് ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ അൺബോക്സിങ് കഴിഞ്ഞു. ഇനി കേക്ക് കട്ടിങ് പ്രോസസ്സിലേക്ക് കിടക്കുകയെന്ന് കേട്ടോ. അപ്പോഴേക്കും ഡ്രസ്സ് മാറ്റാൻ പോയി. ഡ്രസ്സെല്ലാം മാറ്റി. ഡ്രസ്സ് കണക്കന്നെയാണ്. അങ്ങനെ പാൻറ്റ് കുറച്ച് വലുതാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. ഇടയ്ക്ക് പാട്ടെന്തോ നിന്നുപോയി. സമയത്തെ ആ പാട്ട് പാടുന്ന മിസുവിൻ്റെ ഉമ്മ ഉച്ചത്തിൽ. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. ഞാൻ 2 വായിൽ വെച്ച് കൊടുത്തു. അർമാനും മെസാച്ചനും വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അർമാന് കുറച്ചൊന്ന് ചിരിക്കാനെല്ലാം തുടങ്ങി കേട്ടോ. കുട്ടികളെ സന്തോഷമല്ല നമ്മളെ സന്തോഷം, അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ മിൽക്ക് ഒഴിച്ചിട്ടുള്ളൊരു ചെറിയൊരു ഇത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിസുവിനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കലാണ് കേട്ടോ കേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല, ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ.
അപ്പോൾ ഞാനിത് പിന്നെ എന്താ പറയുക ലെയറായിട്ട് കട്ടൊന്നും ചെയ്യാണ്ട് ഫ്രോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഇനി ഇതിൻ്റെ മുകളിൽ ഈ 3 മിൽക്ക് ഒഴിച്ച് കൊടുക്കണം, എന്നിട്ടാണ് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. മിസു വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉമ്മയും അതേ കഴിച്ചിട്ട് വന്നത്. അവരൊരു 8 മണിയെല്ലാം ആകുമ്പോഴേക്ക് ഫുഡ് കഴിക്കും. നമ്മളൊരു 9:30-10 മണിയൊക്കെ ആവും. അപ്പോൾ കുറേ നിർബന്ധിച്ചിട്ട് ഉമ്മ നമ്മളോട് കുറച്ച് ഫുഡ് കഴിച്ചു. ബിരിയാണിയാണ് ഉണ്ടാക്കിയത്, ബീഫ് ബിരിയാണിയും അച്ചാറും അത്തയ്ക്കും. വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയൊരു പാർട്ടിയല്ലേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ഉമ്മയും ഉപ്പയൊന്നും കഴിച്ചിട്ടില്ല, ഇത്ര വേഗം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ അന്നൊരു വിശപ്പുണ്ടായിരുന്നു, ഒന്ന് മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. നോമ്പും തുറന്ന് പിന്നെ ഈ പണിയെല്ലാം ആയതുകൊണ്ട് അതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ. പിന്നെ ഇതാണ് മിസു കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. മിസു ഒരു ടീഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർമ്മ, അതും ഒരു ലൈറ്റ് നീലയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.